ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആദ്യമൊക്കെ എന്ത് ചെയ്യണം ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. കുറെ വീഡിയോസ് കണ്ട്, കുറെ റെഫറൻസ് കണ്ട് ഞാന് ഈ ഒരു ബിസിനസ്, അതായത് ഈ സാരി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം നമുക്കൊരു പ്രചോദനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഭൂമിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ഉണ്ടല്ലോ, ഭൂമിക ബൈ അഹല്യ. അവരെ വീഡിയോസ് കണ്ടിട്ടാണ് കേട്ടോ. അവരുടെ വീഡിയോസ് കണ്ട് അവര് സ്വന്തമായിട്ട് സ്വന്തം കാലിൽ ഒരേ കാര്യങ്ങൾ ചെയ്യുന്നു. അതൊക്കെ കണ്ട് ഒരു പ്രചോദനം എന്ന രീതിയിലാണ് ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം. അപ്പൊ ആദ്യമൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. ഇത് സെയിലാവോ, ഇത് നമുക്ക് ലാഭം ഉണ്ടാവോ, ഇതെങ്ങനെയാണ് ചെയ്യുക, ഇതിനെ പറ്റിയ ഈ പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിന് ഇത്ര റീച്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പൊ ഇതിനെന്താണ് ചെയ്യുക, അങ്ങനെ ഞാൻ ഒരുപാട് ഒരുപാട് വീഡിയോസ് കണ്ട് ഒരുപാട് പേരോട് ചോദിച്ചു. അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ടെസ ഹൗസ് ഓഫ് സാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തതും. പിന്നെ യൂട്യൂബിൽ ഞാൻ ആദ്യം തന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്, അതായത് ആ സാരിയുടെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സെയിലൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ എനിക്കിപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ പുറത്തു പോയിട്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല. എനിക്കൊരു ചെറിയ കുട്ടിയുണ്ട്. അപ്പോൾ എങ്ങനെ സ്വന്തം കാലിൽ നിന്നിട്ട് എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന എന്തെങ്കിലും ഒന്ന്, അതായത് നമ്മുടെ കാര്യങ്ങളിലേക്കെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഫോണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് റീചാർജ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഏണിങ്സ് കിട്ടണം എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. കാരണം നമ്മുടെ കാര്യങ്ങൾ നടക്കാനും അങ്ങനെ എല്ലാ പെണ്ണുങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സാരി ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്നെ പോലുള്ള പലരും പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. അപ്പോൾ ഇൻ കേസ് കുട്ടി എന്ന രീതിയിലല്ല, പല റീസണുകൾ കൊണ്ടും അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. പക്ഷെ നമ്മൾ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തളർന്നിരിക്കരുത്. നമ്മളെ കൊണ്ട് എന്തായാലും പറ്റും എന്നുള്ള രീതിയിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇപ്പോൾ ഈ ബിസിനസ് മാത്രമല്ല, ഈ ഓർണമെന്റ്സിന്റെ ബിസിനസ് ആയാലും. അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാനൊക്കെ വളരെ നല്ല സുഖമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ ഏതൊരു ബിസിനസ്സിനും എന്ത് കാര്യം ചെയ്യുമ്പോഴായാലും നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം, എന്നാൽ തന്നെ വിജയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരിക്കലും നമ്മൾ ബാക്കോട്ട് പോകരുത്. അപ്പോൾ അത്രയുള്ളൂ.